നമസ്കാരം. ഗ്രാമവാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അഴിമതി ഇല്ലാതാക്കി സിവിൽ സർവീസ് മേഖല കാര്യക്ഷമമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള മോഡൽ ശക്തിപ്പെടുത്തി കാലാനുസൃതമായി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2,20,00,000 രൂപ ചെലവിൽ കൊടകരയിൽ നിർമ്മിച്ച മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സിവിൽ സർവീസ് മേഖല പുതിയ മുഖത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരും ഈ രീതിയിൽ മാറിയിട്ടില്ല. ചിലർ പഴയ ശീലങ്ങളുമായി മുന്നോട്ടു പോകുകയാണ്. ഇത്തരക്കാർ വേഗം തന്നെ പുതിയ ശീലത്തിലേക്ക് എത്തുന്നതാണ് നന്നാവുക എന്ന് മുഖ്യമന്ത്രി താക്കീത് നൽകി. വേണ്ടത്ര IASകാർ സംസ്ഥാനത്തില്ല. പലരും ഡെപ്യൂട്ടേഷനിലാണ്. ഇതുമൂലം IASകാരുടെ ഭരണതന്ത്രം വേണ്ടത്ര ഉപയോഗപ്പെടുത്താനാവുന്നില്ല. ഈ പോരായ്മ പരിഹരിക്കുന്നതിനായി എത്രയും പെട്ടെന്ന് ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലനം ലഭ്യമാക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിക്കും. സാധാരണക്കാർ ഓഫീസുകളിലെത്തുമ്പോൾ അവരെ അനാവശ്യമായി നടത്തിക്കുന്ന പ്രവണത ചില ഉദ്യോഗസ്ഥർക്കുണ്ട്. തങ്ങൾ കൈപ്പറ്റുന്ന ശമ്പളത്തിൽ സാധാരണക്കാരുടെ വിഹിതമുണ്ടെന്ന കാര്യം ഈ ഉദ്യോഗസ്ഥർ ഓർക്കണം. വരൾച്ച പ്രതിരോധിക്കാൻ സർക്കാരുമായി കൈകോർത്ത് പ്രവർത്തിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സ്ഥാപനങ്ങൾ ജനസൌഹൃദ ഓഫീസുകളായി പ്രവർത്തിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചാലക്കുടി തഹസിൽദാർ PS മധുസൂദനന് സിവിൽ സ്റ്റേഷന്റെ താക്കോൽ കൈമാറി. BD ദേവസി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, കളക്ടർ ഡോക്ടർ A കൌശികൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് CK അനന്തകൃഷ്ണൻ, RDO PV മോൻസി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ഡിക്സൺ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സുധ, പഞ്ചായത്ത് അംഗം BV ജസ്റ്റിൻ, CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ഷൈൻ, CPI സെക്രട്ടേറിയറ്റ് അംഗം VK സുനിൽകുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് KA സുരേഷ് എന്നിവർ സംസാരിച്ചു. വികസനം നടപ്പിലാക്കാനായി കുടിയിറക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഗൌരവമായി പരിഗണിക്കണമെന്ന് വ്യവസായ മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു.